നാക്കെടുത്ത കള്ളത്തരം പറയുന്നത് കാര്യം വേറൊന്നും അല്ലെന്ന്. വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരു മന്ത്രിയെ നോക്കി അയാൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല, അയാളാണ് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്നത് എന്നൊക്കെ സുരേഷ് ഗോപിക്ക് പറയാവോ? അതെ, അത് ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരന്റെ ചുമതലയാണ്. ഇങ്ങനെ പച്ചയായിട്ടുള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ ആർക്കായാലും ദേഷ്യം വരില്ലേ? അണ്ണനാണെ പ്രത്യേകിച്ച് ഹരിശ്ചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സത്യസന്ധൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഏക വ്യക്തിയാണ് കേരളത്തിൽ. ഇന്ത്യയിൽ തന്നെ അണ്ണനെ ഉള്ളെന്ന് തോന്നുന്നു. അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രമാണ്. ഈ ഒരു ലെവലിൽ ആളുകളെ വിലയിരുത്താനുള്ള അർഹത ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള മന്ത്രിമാരിൽ ശിവൻകുട്ടിയണ്ണന് മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിയാണെന്നേ, സുരേഷ് ഗോപി വാ പൊളിക്കുന്നത് കള്ളം പറയാനും പിന്നെന്തോന്നാ ആഹാരം കഴിക്കാനും വേണ്ടി മാത്രമാണ്. അണ്ണം വാ തുറക്കുന്നത് എന്തിനൊക്കെയാണ്? എന്താ വിവരക്കേട് പറയാനും മാറ്റി പറയാനും കണക്ക് തെറ്റിക്കാനും അക്ഷരം തെറ്റി വായിക്കാനും ഇതിനൊക്കെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ അണ്ണന് കൃത്യമായിട്ടുള്ള അർഹതയുണ്ട് കേട്ടോ വിലയിരുത്താൻ. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. എന്നാലും സുരേഷ് ഗോപി പറഞ്ഞ അല്പം കടന്നുപോയെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കൃത്യമായ ഇടവേളകളിൽ തിരുമണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ളവർ എഴുതി കൊടുത്താലും, അതായത് വെള്ള പേപ്പറിൽ മലയാളത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതി കൊടുത്ത് അത് കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ ഒരു കണ്ണടയും ഫിറ്റ് ചെയ്ത് കൊടുത്താലും അങ്ങനെ സ്വരസ്ഥാനങ്ങൾ ചെക്ക് ചെയ്ത് മാത്രം അത് കൃത്യമായിട്ട് വായിച്ച് തീർക്കുന്ന അത്രയും വലിയ അധ്വാനം നടത്തുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ നോക്കി ഇങ്ങനെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് വിശേഷിപ്പിക്കേണ്ട കാര്യം സുരേഷ് ഗോപിക്ക് ഉണ്ടോ എന്നറിയില്ല. നിയമസഭയെ പൊളിച്ചടുക്കി വെച്ച മന്ത്രിയപ്പൂപ്പനെ നാട്ടുകാർ ആദരിക്കുന്നതും കുട്ടികൾ സ്നേഹിക്കുന്നതും കണ്ടിട്ട് സുരേഷ് ഗോപിക്ക് കണ്ണുകടി സഹിക്കാൻ വയ്യാതെ ഇങ്ങനെങ്ങാനും പറയാനേ സാധ്യതയുള്ളൂ. വല്ലാത്ത ചതിയാണ് ആ ഹിമാറ് നമ്മളോട് ചെയ്തത്. കേരളത്തിൽ മൊത്തം 978 കുട്ടികൾ ജയിച്ചു എന്ന് വായിച്ചുകൊണ്ട് ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച മഹാനാണ്. ആ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞത് മോശമായിപ്പോ ഏത് സാഹചര്യത്തിലാണെങ്കിലും. ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് കരുതി സന്തോഷിക്കുക. കല്ല് പൊട്ടിക്കാനുണ്ടോ കല്ല് എന്ന് ചോദിച്ച് നടക്കുന്ന പോലെ കസേര പൊട്ടിക്കാനുണ്ടോ കസേര എന്ന് ചോദിച്ച് നടന്നെങ്കിലും ജീവിക്കാനുള്ള ആ ഒരു കരുത്തുണ്ടല്ലോ, അത് ശിവൻകുട്ടിയണ്ണനുണ്ട്. അതാരും മറക്കരുത്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര മന്ത്രിസ്ഥാനമല്ല, ഞാൻ പഴയതുപോലെ സിനിമ അഭിനയിക്കാൻ പോവുകയാണ്. അങ്ങേർക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ വല്ല സിനിമയിലെങ്കിലും അഭിനയിച്ച് ജീവിക്കാം. എന്താ നിന്റെ ഉദ്ദേശം? സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ ഇനിയിപ്പം അയാൾ അഭിനയിക്കുന്ന ഓരോ സിനിമയും 8 നിലയെ പൊട്ടും, അതിന് ഒരു സംശയം വേണ്ട. സകല ചരാചരങ്ങളെയും സാക്ഷി നിർത്തി അണ്ണം പ്രാഗുകയാണ്, അറിഞ്ഞ് ശപിക്കുകയാണ്. സുരേഷ് ഗോപി രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഉള്ള ജോലി വെച്ച് തീർക്കുന്നതായിരിക്കും നല്ലത്. വേണമെങ്കിൽ ഇതൊരു ഉപദേശമായിട്ട് സ്വീകരിക്കാം. അണ്ണന്റെ ശാപം പിൻവലിക്കണമെങ്കിൽ പ്രത്യേകം അണ്ണനെ ചെന്ന് കണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് കാലില് തൊട്ട് മാപ്പിരക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ സുരേഷ് ഗോപിക്കുണ്ട്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴൊരിക്കലേ വരുള്ളൂ. അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അല്ലെങ്കിൽ വേറെ നല്ല ചെറുപ്പക്കാർ നല്ല പയ്യന്മാരുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ. അയ്യോ അണ്ണ, സിനിമയിൽ അഭിനയിക്കാൻ മാത്രമല്ല മന്ത്രിപ്പണി ചെയ്യാനും നല്ല ചെറുപ്പക്കാരുണ്ട് ഇവിടെ. നല്ല ഊർജ്ജസ്വലതയുള്ള വിവരവും വിദ്യാഭ്യാസവും ഉള്ള നന്നായിട്ട് വൃത്തിയായിട്ട് അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും അറിയാവുന്ന പിള്ളേർ ഇവിടെ ഉണ്ടെണ്ണ. ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശം? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ.